നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം വാട്സപ്പിലൂടെ യുവാക്കൾക്ക് ചിത്രം കൊടുക്കും, പിന്നീട് വിവാഹ ആലോചന നടത്തും. വിവാഹം കഴിഞ്ഞ് ഹണിമൂൺ കഴിഞ്ഞാൽ പണ്ടവും പണവുമായി ഒറ്റയടിക്ക് യുവതി മുങ്ങും. അങ്ങനെ രാജ്യത്തെ തന്നെ നടുക്കിയ വൻ വിവാഹ തട്ടിപ്പ് റാക്കറ്റിലെ കണ്ണിയായ അനുരാധയെ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. 7 മാസത്തിനിടയിൽ ഒന്നും രണ്ടുമല്ല 25 യുവാക്കളെയാണ് കബളിപ്പിച്ച് വിവാഹം കഴിച്ചത്. അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു തട്ടിപ്പുകാരിയായി അനുരാധ പസ്വാൻ എന്ന 23-കാരി അങ്ങനെ മാറുകയാണ്. പ്രായമൊന്നും തന്നെ കണക്കാക്കണ്ട. 7 മാസം കൊണ്ട് നടത്തിയിരിക്കുന്നത് ചില്ലറ കൊള്ളയൊന്നും തന്നെയല്ല. ഭോപ്പാൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ വിവാഹ തട്ടിപ്പ് സംഘമാണ് ഇങ്ങനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. യുവതിയെ രാജസ്ഥാനിലെ സവായി മധോപൂർ പോലീസാണ് ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നത്, അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പുരുഷന്മാരെ വിവാഹം കഴിച്ച് കുറേ ദിവസം അവരോടൊപ്പം താമസിച്ച് അവരെയൊക്കെ തന്നെ നല്ല രീതിയിൽ വിശ്വസിപ്പിച്ച് പണവും സ്വർണവും ഒക്കെ തന്നെ അടിച്ചു മാറ്റി വീട്ടിലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളുമായി മുങ്ങുന്നതാണ് ഇവരുടെ സ്ഥിരം രീതി. കേവലം 7 മാസം കൊണ്ട് 25 യുവാക്കളെയാണ് ഈ യുവതി വിവാഹം കഴിച്ച് കബളിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ ഒക്കെ തന്നെ 25 പേരുടെയും സ്വർണവും പണവും നഷ്ടപ്പെട്ടുവെന്നും പോലീസ് തന്നെ വ്യക്തമാക്കുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ തട്ടിപ്പിനിരയായ സവായി മധോപൂർ സ്വദേശിയായ യുവാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിലൂടെയാണ് ഇവളെ പിടികൂടാനായി സാധിച്ചത്. സവായ് മധോപൂർ സ്വദേശിയായ വിഷ്ണു ശർമ്മ എന്നയാളാണ് അനുരാധയ്ക്കെതിരെ മെയ് 3-ാം തീയതി പോലീസിൽ ഒരു പരാതി കൊടുത്തത്. അതേ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഒരു വലിയ രാജ്യത്തെ തന്നെ നടക്കുന്ന തട്ടിപ്പ് അത് പുറം ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനമായി ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് സാധാരണ യുവാക്കളെയല്ല, മറിച്ച് വിവാഹം നടക്കാത്ത പ്രായമായ മറ്റ് ബുദ്ധിമുട്ടുകളുള്ള യുവാക്കളെയൊക്കെ തന്നെ, നിരാശരായ യുവാക്കളെയൊക്കെ തന്നെ ലക്ഷ്യം വയ്ക്കും. ചെറുപ്പക്കാരി ആയതുകൊണ്ടും സൗന്ദര്യമുള്ളതുകൊണ്ടും ഈ വശ്യതയിലൊക്കെ തന്നെ അവർ മയങ്ങും. അതിനുശേഷം ഇവരുമായിട്ടുള്ള വിവാഹം കഴിയും. അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ണുവയ്ക്കും. അതുമായി സുഹൃത്തുക്കളോടൊപ്പം കടന്നുകളയുകയാണ് ചെയ്യുന്നത്. തൻ്റെ പ്രവർത്തന രീതിയിൽ അനുരാധ മികവ് പുലർത്തിയിരുന്നുവെന്നാണ് മാൻപൂർ പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മീത്താലാൽ മാധ്യമങ്ങളോട് പോലും പറഞ്ഞത്. അത്രയധികം കണ്ണിങ്ങായി തന്നെയാണ് യുവതി ഇത്രയധികം തട്ടിപ്പ് നടത്തിയത്. എന്നാൽ ഇത് യുവതി ഒറ്റയ്ക്കല്ല, മറിച്ച് സുനിത, പപ്പു മീണ എന്നീ 2 ദല്ലാൾമാർ വഴിയാണ് വിഷ്ണു ശർമ്മ അനുരാധയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചത്. ദല്ലാൾമാർക്ക് യുവാവ് 2 ലക്ഷം രൂപ പ്രതിഫലമായി കൊടുക്കുകയും ചെയ്തു. ഏപ്രിൽ 20-നായിരുന്നു അനുരാധയുമായിട്ടുള്ള വിവാഹം നടന്നത്. മെയ് 2-ാം തീയതി വീട്ടിലുണ്ടായിരുന്ന സകലമാന സ്ഥാപന ജംഗമ വസ്തുക്കളുമായി ഭാര്യ മുങ്ങിപ്പോയെന്നാണ് വിഷ്ണു ശർമ്മ പരാതി കൊടുത്തത്. പിന്നീട് പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് യുവാവ് പോലും ഞെട്ടിയത്. അന്വേഷണത്തിൽ ഇവർ സ്ഥിരം വിവാഹ തട്ടിപ്പുകാരിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭോപ്പാൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു റാക്കറ്റിലെ ഏറ്റവും പ്രധാനിയായ കണ്ണിയാണ് അനുരാധ. നേരത്തെ ഉത്തർപ്രദേശിലെ ആശുപത്രിയിൽ ഒരു സാധാരണ ജീവനക്കാരിയായിരുന്നു അനുരാധ. എന്നാൽ പിന്നീട് ഭർത്താവുമായി ചില ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഭർത്താവുമായി വേർപിരിഞ്ഞ് പിന്നീട് നടത്തിയ വലിയ പ്ലാൻ ഓഫ് ആക്ഷനായിരുന്നു ഇത്. ഭോപ്പാലിലേക്ക് താമസം മാറ്റി ആ സമയത്ത് വിവാഹ തട്ടിപ്പ് സംഘവുമായി ബന്ധം സ്ഥാപിച്ചുവെന്നും പോലീസ് പറയുന്നു. വിവാഹം ആലോചിക്കുന്ന യുവാക്കൾക്ക് വാട്സപ്പിലൂടെ അനുരാധയുടെ ചിത്രം അയച്ചു കൊടുക്കും. ഇതാണ് പ്രാഥമിക ഘട്ടം. വിവാഹ ദല്ലാളുമാരെന്ന് പരിചയപ്പെടുത്തിയായിരിക്കും ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ട സംഘം ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. പിന്നീട് വിവാഹം ഉറപ്പിച്ചാൽ 2 മുതൽ 5 ലക്ഷം രൂപയാണ് കമ്മീഷനായി ഇവർ വാങ്ങുന്നത്. വിവാഹം കഴിഞ്ഞാൽ അനുരാധ വരനോടൊപ്പം താമസിക്കാനും തയ്യാറാക്കും. കുറച്ച് ദിവസം വരനൊപ്പം താമസിച്ച് വരൻ്റെ സ്വർണവും പണവും മറ്റ് ഉപകരണങ്ങളും ഇലക്ട്രോണിക് വസ്തുക്കളുമൊക്കെ വിലപിടിപ്പുള്ള എന്തൊക്കെയാണോ അതൊക്കെ കൈക്കലാക്കി മുങ്ങുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ വിഷ്ണു ശർമ്മയുടെ പണവും സ്വർണവും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് പരാതി കൊടുത്തതിന് പിന്നാലെയാണ് ഭോപ്പാലിലെ ഗബ്ബാർ മേഖലയിൽ നിന്നും മറ്റൊരു യുവാവിനെ വിവാഹം കഴിച്ച യുവതിയെ പിടികൂടിയത്. ഈ സമയത്താണ് പോലീസ് സംഘം വേഷം മാറി യുവതിയെയും തട്ടിപ്പ് സംഘത്തെയും പിടികൂടിയത്. അതായത് ഇവിടെ നിന്നും മുങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റൊരു യുവാവിനെ വിവാഹം കഴിച്ച് അയാളോടൊപ്പം ജീവിച്ച് അയാളും വലിയൊരു തട്ടിപ്പിന് ഇരയായി മാറേണ്ട ഒരു വലിയ ആപത്തിൽ നിന്നാണ് പോലീസ് രക്ഷിച്ചത്. അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട പോലീസുകാരൻ വേഷം മാറി വിവാഹം ആലോചിക്കുന്ന യുവാവെന്ന വ്യാജേനയാണ് വിവാഹ ദല്ലാളുമാരെ ബന്ധപ്പെട്ടത്. അവർ മുഖേന അന്വേഷണ സംഘം യുവതിയെ കണ്ടെത്തി പിടികൂടി നൽകുകയും ചെയ്തു. തട്ടിപ്പ് സംഘത്തിൽ നിരവധി ആളുകളുണ്ട്. റോഷ്നി, രഘുബീർ, ഗോലു, മജ്ബൂത് സിംഗ് യാദവ്, അർജാൻ തുടങ്ങിയവരെയും ഒക്കെ പോലീസ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവരും ഉടൻ തന്നെ പോലീസിന്റെ പിടിയിലാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള വല വിരിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ അവരെ പിടികൂടുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.